നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടും, അക്കോമഡേഷൻ ഉണ്ടാവും, ഫുഡ് ഉണ്ടാവും. ഹൗസ് ബിൽഡിംഗ് കിട്ടുന്ന ശമ്പളമാണെങ്കിൽ നമുക്ക് വേരി ചെയ്തിരിക്കും ഈ സ്റ്റൈഫൻഡ്. അവർ പൊട്ടന്മാരൊന്നുമല്ല. നമുക്ക് 1000 യൂറോയും തന്ന് അക്കോമഡേഷനും ഫ്രീ തന്ന് നമ്മളെവിടെ സുഖവാസത്തിന് കൊണ്ടുവരാൻ. ഇപ്പം എനിക്ക് ചില മാസം 1300 കയറാറുണ്ട്, ചില മാസം എനിക്ക് 1000 കയറാറുള്ളൂ. ഹേ ഗായ്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവരും അടുത്തൊരു നന്ദി പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം കഴിഞ്ഞ വീഡിയോയ്ക്ക് നല്ലൊരു റെസ്പോൺസ് തന്നെയാണ് നിങ്ങൾ തന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഞാൻ ഹാപ്പിയാണ്, നിങ്ങളും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തതിൽ ഹാപ്പിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളുടെ അടുത്ത ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, നിങ്ങൾ ഇവിടെ ഹൗസ് ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഏത് ഹൗസ് ബിൽഡിംഗ് ആണ്, ഞാൻ എല്ലാം കൂടെ മിക്സപ്പ് ആയിട്ടാട്ടോ പറയുന്നത്. അല്ലാണ്ട് ഇന്നത് മാത്രം ഫോക്കസ് ചെയ്ത് നഴ്സിംഗ് മാത്രം ഫോക്കസ് ചെയ്ത് അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പം ഏകദേശം നമുക്ക് ഹൗസ് ബിൽഡിങ്ങിന് ഇവിടെ നിൽക്കുന്ന ടൈമിൽ 500 യൂറോസ് മുതൽ 1500 2000 വരെയൊക്കെ കിട്ടുന്ന ഹൗസ് ബിൽഡിങ്സ് ഉണ്ടാവും. എനിക്ക് കറക്റ്റ് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റേഞ്ച് എന്ന് ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ ഹൗസ് ബിൽഡിങ്ങിന് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ നിങ്ങളുടെ സ്റ്റൈഫിൻ്റെ എത്രയാണെന്നുള്ളത്. അത് മനസ്സിൽ കണ്ടിട്ട് വേണം ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയും കൂടെ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ എന്ന് പറയാൻ പറ്റില്ല, നിങ്ങളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം ഭയങ്കര തെറ്റാണ്. അത് ഞാൻ ഓപ്പൺലി പറയാം. അതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഇല്ല, ഒരു 50% ആൾക്കാർക്കും ഓക്കെ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ എന്താ സ്റ്റൈഫൻഡ് കിട്ടുമ്പോൾ ലൈക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ അയ്യോ എന്നുള്ളൊരു ചിന്ത വരുന്നത് ഇവിടെ വന്നു കഴിയുമ്പോൾ കുറഞ്ഞു പോയല്ലോ, അതിൻ്റെ പേരിൽ ഒരു തെറ്റിദ്ധാരണ വരുന്ന പിള്ളേരുണ്ട്. എങ്ങനെയാണ്, എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ് എല്ലാം പറയാം. ഓക്കെ, അതായത് ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ നാട്ടിൽ നിന്ന്, നിങ്ങൾ നാട്ടിലൊരു ഏജൻസിയോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ കൺസൾട്ട് ചെയ്യണം. ഇപ്പോൾ എന്നെ ആയിക്കോട്ടെ, എനിക്ക് പലപ്പോഴും മെസ്സേജ് വരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അടുത്ത് ചേച്ചി ഹൗസ് ബിൽഡിങ്ങിന് ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കുന്നില്ലേ, എത്ര റേറ്റ്, ലൈക്ക് ഞാൻ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ റേറ്റ്, അതുപോലെ തന്നെ എത്ര നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടും, അക്കോമഡേഷൻ ഉണ്ടാവുമോ, ഫുഡ് ഉണ്ടാവുമോ, ഇത്രയും കാര്യങ്ങളാണ് പിള്ളേർ ഒറ്റയടിക്ക് ചോദിക്കുന്നത്. അല്ലാണ്ട് ഇവർക്ക് വേറൊന്നും അതിൽ നിന്ന് അറിയണം എന്നില്ല. എന്ന് കയറി വരണം പറ്റുന്നൊക്കെ പിന്നെയാണ്, അതൊക്കെ ഏറ്റവും ലാസ്റ്റാണ്, എപ്പോഴത്തേക്ക് കയറി വരാൻ പറ്റുന്നുള്ളൂ. ആദ്യം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, എത്ര സ്റ്റൈഫൻഡ് കിട്ടും. അതിപ്പോൾ FSUൻ്റെ കേസിലാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും എത്ര സ്റ്റൈഫൻഡ് കിട്ടും. ഇവർക്കൊക്കെ അറിയേണ്ടത് എത്ര രൂപ നമുക്ക് കയ്യിലേക്ക് കിട്ടും. അത് അറിഞ്ഞിട്ടാണ് ഇവർ പണിയാനായിട്ട് വരുന്നത്. നല്ല കാര്യം തന്നെയാണ്, നമുക്ക് എത്ര പൈസ കിട്ടും എന്ന് അറിഞ്ഞിട്ട് തന്നെ വരണം, അത് നല്ല കാര്യമാണ്. പക്ഷേ ഇത് നിങ്ങൾ തെറ്റായ ചിന്തയിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മറ്റേ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ കേസ് എന്ന് പറഞ്ഞത്. നിങ്ങൾ നേരെ മറിച്ച് ഇപ്പം എൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഒരാളുടെ അടുത്തും ഫസ്റ്റ്ലി തന്നെ സ്റ്റൈഫൻഡ് ഓടിച്ചെന്ന് പറയാനൊന്നും പോകാറില്ല. കാരണം എനിക്കറിയത്തില്ല, ആ ദിവസം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കറിയില്ല പല യൂണിവേഴ്സിറ്റിയിലും അല്ലെങ്കിൽ പല സ്കൂൾസിലും എത്രയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, നിങ്ങളിപ്പോൾ ഒരു ഏജൻസി പോവാണ്, ഒരു ഏജൻസിയിലോ അല്ലെങ്കിൽ കൺസൾട്ടിങ് സ്ഥലത്ത് നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിങ്ങൾ ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുമോ, അല്ലെങ്കിൽ അവർ ഡയറക്റ്റ് നിങ്ങളോട് ഫസ്റ്റ്ലി ഇങ്ങോട്ട് പറയുന്നത് എത്ര സ്റ്റൈഫൻഡ് തരും. നിങ്ങൾക്ക് 1200 രൂപ അവിടെ സ്റ്റൈഫൻഡ് ഉണ്ട്. ഓക്കെ, അവിടെ നിങ്ങളെ ലോക്കിയാണ്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ വേഗം കൺവേർട്ട് ചെയ്ത് നോക്കും, INR-ലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുവാണ്. INR-ലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെ വന്നാലും ഒരു 1,00,000 to 1,10 അതിൻ്റെ അകത്തൊക്കെ വരുവാണല്ലോ. 1200 അത്രയും കിട്ടൂലേ എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിൽ സെറ്റായി. 1,10,000, ഞാൻ ഏകദേശം കണക്ക് പറഞ്ഞ കേട്ടോ, അത്ര ആയിരിക്കില്ല, എന്നാലും 1,10,000 അത്രയും കിട്ടും, അപ്പം മതി, സെറ്റാണ്. ഇതിൽ ഫോക്കസ് ചെയ്യുന്നു, ഫിക്സ് ചെയ്യുന്നു, ഏജൻസി ഞാൻ ചേരുന്നു, ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ചേരുന്നത്. ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും നിങ്ങൾ തിരിച്ചും മറിച്ചും നോക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇവിടുത്തെ എക്സ്പെൻസ് അറിയത്തില്ല, നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു മാങ്ങ അറിയാൻ പാടില്ല. നിങ്ങൾ അതും കേട്ട് ഇങ്ങോട്ടേക്ക് ചാടിക്കയറി വരും. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ വന്നു, നിങ്ങൾ നല്ലൊരു സിറ്റിയിലേക്കാണ് നിങ്ങളെ ഏജൻസിക്കാർ കൊണ്ടുവന്നത്. നിങ്ങൾക്ക് വില്ലേജ് പോകാനൊന്നും താല്പര്യമില്ല, എനിക്ക് നല്ല സിറ്റിയൊക്കെ മതി എന്നും പറഞ്ഞ് നിങ്ങൾ തന്നെ ചൂസ് ചെയ്ത് നിങ്ങളൊരു സിറ്റിയിലേക്ക് വന്നു. നമുക്ക് ഏത് സിറ്റി എടുക്കാം, ബെർലിൻ എടുക്കാം, ബെർലിൻ ആയിക്കോട്ടെ. നിങ്ങൾ ബെർലിൻ എന്ന് പറഞ്ഞൊരു സിറ്റിയിലേക്ക് വന്നു. അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്ത് തന്നെയാണ് വന്നത്. അപ്പോൾ നിങ്ങളിവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മേ ബി എന്തെങ്കിലും റീസൺ കൊണ്ട് അക്കോമഡേഷൻ ചേഞ്ച് ചെയ്യേണ്ട വന്നു. ഇവിടെ നോക്കിയപ്പോൾ ഒടുക്കത്തെ പൈസ അക്കോമഡേഷനൊക്കെ. അയ്യോ, ഇനി എന്ത് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും 1200 സാലറി ഉണ്ട് കേട്ടോ, അത് ടാക്സ് കട്ട് ചെയ്യാണ്ടാണ് കേട്ടോ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ടാക്സ് കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ ഒരു 1100 അല്ലെങ്കിൽ ഒരു 1000 1080 ആ റേഞ്ചിൽ നിൽക്കുള്ളൂ. ഒത്തിരി ടാക്സ് ഒന്നും പിടിച്ചൊന്നും പോകില്ല. അപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത് എന്താ, കുഴപ്പമില്ല, എല്ലാം റെഡി ആണല്ലോ എന്നുള്ളൊരു കാര്യം. നിങ്ങൾക്കൊരു കാര്യം അറിയോ, നമ്മൾ ജർമ്മനിയിൽ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ നാട്ടിൽ പൈസ ചിലവാക്കി പഠിച്ച ആൾക്കാരാണെങ്കിൽ ഇവിടെയും നമ്മൾ ചിലവാക്കി പഠിക്കും, ഓട്ടോമാറ്റിക്കലി അങ്ങ് ചിലവായി പോകുമല്ലോ. നമുക്കിപ്പോൾ ഒന്ന് വെളിയിൽ ഇറങ്ങി എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം തോന്നുക, ക്രേവിങ്സ് വരാണെന്നുണ്ടെങ്കിൽ പൈസ പിടിച്ചു നിർത്താൻ പറ്റില്ലാത്ത പിള്ളേരാണെങ്കിൽ ഉണ്ടല്ലോ, എടുത്തും കൊടുക്കും, വാങ്ങിച്ചും കഴിക്കും. ലാസ്റ്റ് പൈസ ഇല്ലാണ്ടാകുമ്പോൾ നമുക്കൊരു ദണ്ണം വരും. ലൈക്ക് വീട്ടിലേക്ക് അയച്ചു കൊടുക്കേണ്ട ഏതെങ്കിലും സിറ്റുവേഷനാണ്, ഇപ്പോൾ ലോൺ അടയ്ക്കേണ്ട സിറ്റുവേഷനാണ്.
എന്ത് ചെയ്യും എന്നോർത്തിരിക്കുന്ന പിള്ളേരുണ്ട്. അതാണ് ഞാൻ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾ നാട്ടിൽ നിന്ന് ഈ INR കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ എക്സ്പെൻസും നാട്ടിലെ എക്സ്പെൻസും ടോട്ടലി ഡിഫറൻസ് ഉണ്ട്. പൈസയുടെ മൂല്യത്തിന് വ്യത്യാസമുണ്ട്. അതനുസരിച്ചിട്ട് എല്ലാം അവതാളത്തിലാകും. അതുകൊണ്ട് ആരും നാട്ടിലെ പൈസ കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരരുത്. 1,00,000 എന്ന് പറഞ്ഞാൽ അതിന് വിലയുണ്ട്. ഇവിടെ 1000 യൂറോയ്ക്ക് വിലയുണ്ട്. പക്ഷെ അത് വേഗം തീർന്നു. 1000 യൂറോ ഇത്രേ ഉള്ളൂ, 1,00,000 രൂപ ഇത്ര ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതാണ് ഡിഫറൻസ്. നമുക്ക് നാട്ടിൽ 1,00,000 രൂപയ്ക്ക് കുറേ കാര്യങ്ങൾ ചെയ്യായിരിക്കും. ഇവിടെ 1000 രൂപയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അക്കോമഡേഷൻ ലൈക്ക് റെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലുള്ള പകുതി പൈസ പോവും. ഇനിയിപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പെൻസിൽ നിന്ന് ഞാൻ നിങ്ങൾക്കൊരു ഇത് പറഞ്ഞുതരാം, ഒരു പാഠം പറഞ്ഞുതരാം കേട്ടോ. ഞാൻ അങ്ങനെ ഒരു ഹൈ എക്സ്പെക്റ്റേഷനോ കാര്യങ്ങളൊന്നും വെച്ച് വന്ന ആളല്ല. ഓക്കെ, അപ്പം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക, എൻ്റെ അക്കോമഡേഷനും എൻ്റെ എല്ലാ ടോട്ടലി ചിലവെന്ന് പറഞ്ഞാൽ ഒരു 700 യൂറോയിലാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് എൻ്റെ നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം കേട്ടോ, 700 യൂറോയാണ് എനിക്ക് ചിലവ് വരുന്നത്. എൻ്റെ റെൻറ്റ്, ഫുഡ്, മിസ്ലേനിയസ് ലൈക്ക് വൈഫൈ, ഫോണിൻ്റെ ലൈക്ക് നെറ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ജിമ്മ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എനിക്ക് എക്സ്പെൻസ് വരുന്നത് ഒരു മന്തിൽ 700 to 750, ചിലപ്പോൾ വേരി ചെയ്തിരിക്കും. ഓക്കെ, അങ്ങനെയാണ് എനിക്ക് എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ എങ്ങനെ വന്നാലും എൻ്റെ അടുത്തൊരു മിച്ചം 20 to 25 രൂപ എൻ്റെ കയ്യിൽ പിടിക്കാനുണ്ടാവും. ഓക്കെ, ഇപ്പം നിങ്ങൾ നാട്ടിൽ ലോണൊക്കെ അടയ്ക്കാനുള്ള പിള്ളേരാണ്, ഇവിടെ വന്നു, നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എക്സ്പെൻസ് വരാം. ഞാൻ വില്ലേജിലായിട്ടാണ് എനിക്ക് ഇത്ര എക്സ്പെൻസ് വരുന്നത്. ഇൻ കേസ് ഇപ്പോൾ എൻ്റെ പോലെ നിങ്ങൾ തന്നെ ഒരു റൂമിലൊക്കെ ഒരു സിറ്റിയിലാണ് താമസിക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അതിൽ നല്ല എക്സ്പെൻസ് ആവും. ഇപ്പോൾ നിങ്ങൾ സിറ്റിയിൽ താമസിക്കുമ്പോൾ നിങ്ങൾ കൂടി താമസിച്ചില്ലെങ്കിൽ പറ്റുന്ന പ്രശ്നമാണ് എക്സ്പെൻസ് കൂടും. നിങ്ങൾ കൂടി താമസിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതനുസരിച്ച് റെൻറ്റ് കുറയ്ക്കാം. ഇപ്പം ഞാൻ ഈ താമസിക്കുന്ന വീടുണ്ടല്ലോ, ഈ വീട്ടിൽ ചിലപ്പോൾ നിങ്ങൾ സിറ്റിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇതിന് എന്താണല്ലോ ഒരു 800 രൂപയ്ക്ക് അടുത്ത് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അത്രയും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അത് താങ്ങൂല. അപ്പം നിങ്ങൾ 2 or 3 പേരൊക്കെ ആയിട്ട് താമസിക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് കുറയും, എമൗണ്ട് കുറയും. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേർക്ക് ഇപ്പോഴും ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമുക്ക് ഹൗസ് ബിൽഡിംഗ് പഠിക്കുന്ന ടൈമിൽ അക്കോമഡേഷൻ ഫ്രീ കിട്ടും എന്നുള്ളത്. ഒരിക്കലും ഇല്ല കേട്ടോ. ആരും നിങ്ങൾക്ക് അക്കോമഡേഷൻ ഫ്രീ തരത്തില്ല. അവർ പൊട്ടന്മാരൊന്നുമല്ല. നമുക്ക് 1000 യൂറോയും തന്ന അക്കോമഡേഷൻ ഫ്രീ തന്ന് നമ്മളെവിടെ സുഖവാസത്തിന് കൊണ്ടുവരാൻ ഇവിടുത്തെ ഉള്ള ആൾക്കാർക്ക് പൊട്ടന്മാരൊന്നുമല്ലല്ലോ, ലൈക്ക് ബോധമില്ലാത്തവരല്ലല്ലോ. നമുക്ക് അക്കോമഡേഷന് റെൻറ്റ് കൊടുക്കേണ്ട തന്നെ വരും. എനിക്കറിയില്ല ഇനി ഇവിടെ ആരിലും ഫ്രീ ആയിട്ട് നിൽക്കണ്ടോ എന്നുള്ളത്. ഉണ്ടെങ്കിൽ അവർക്കാണ് ഭാഗ്യം ചെയ്ത ആൾക്കാരെന്ന് ഞാൻ പറയും. കാരണം നമ്മുടെ ചിലവും ഇതെല്ലാം കൂടെ കഴിഞ്ഞ് നമ്മുടെ കയ്യിലൊരു 10,000 രൂപ മുതൽ എന്ന് ഞാൻ പറയാം, 10,000 രൂപ മുതൽ ഒരു 25 to 30 റേഞ്ചിലായിരിക്കും പിടിക്കാൻ കാണുള്ളൂ ഒരു നോർമൽ ലൈഫ് കൊണ്ടുപോകുന്ന ഒരാൾക്ക്. എനിക്കൊക്കെ അത്രയൊക്കെ പിടിക്കാനുണ്ട് എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. ഓക്കെ, ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവും, ചിലപ്പോൾ അതിൽ കുറവായിരിക്കും ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് പ്ലാൻ ഇട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, ലൈക്ക് ഇത്ര രൂപ നമുക്ക് നാട്ടിലേക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോസിബിൾ ആവാൻ പാടാണ്. അതാണ് ഞാൻ പറഞ്ഞ മറ്റേ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ കുറേ പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ട് എന്നുള്ളൊരിത്. നമുക്ക് ചിലപ്പം ഈ ഹൗസ് ബിൽഡിംഗ് കിട്ടുന്ന ശമ്പളമാണെങ്കിൽ നമുക്ക് വേരി ചെയ്തിരിക്കും ഈ സ്റ്റൈഫിൻ്റെ. ഇപ്പം എനിക്ക് ചില മാസം 1300 കയറാറുണ്ട്, ചില മാസം എനിക്ക് 1000 കയറാറുള്ളൂ. എനിക്ക് ആരോടും പോയി പരാതി പറയാൻ പറ്റില്ല. അതങ്ങനെയാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലവും ഇതൊക്കെ വെച്ചിട്ട് മാറി മറിഞ്ഞൊക്കെ ഇരിക്കും. സ്കൂളിൽ പോകുന്ന ടൈമാണ് എനിക്ക് പൈസ കുറഞ്ഞേ കയറുള്ളൂ. ഞാൻ വർക്കിന് പോവുകയാണെങ്കിൽ എനിക്ക് 1300 കയറാറുണ്ട്. പിന്നെ നമുക്ക് ക്രിസ്മസ് ടൈം ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നവംബറിൽ, എനിക്കിവിടെ നവംബറിലാണ് കിട്ടുന്നത്, നമ്മുടെ ശമ്പളത്തിൻ്റെ പകുതി ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് തരും. ലൈക്ക് ഇപ്പോൾ എനിക്ക് 1500 ശമ്പളം എന്ന് വെക്കുക, 1500 പകുതി എത്രയാണോ അതും കൂടെ എൻ്റെ 1500 കൂടെ കൂട്ടിത്തരും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2000 അടുത്ത് ശമ്പളം കിട്ടും. ആ ഒരു ടൈമിൽ മാത്രം കേട്ടോ. ക്രിസ്മസ് ബോണസ് ആയിട്ട് അവർ തരുന്നതാണ്. അത് നല്ലൊരു കാര്യമാണ്. ആ ടൈമിൽ നമുക്ക് എന്തോരം വേണേ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാം, വേണേൽ 1,00,000 രൂപ വേണേൽ അടിച്ചു കൊടുക്കാം, അതിൽ പ്രശ്നം വരുന്നില്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പുവശം. അപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം, നിങ്ങൾക്ക് എങ്ങനെ എക്സ്പെൻസ് കുറയ്ക്കാം എന്നുള്ള രീതിയിൽ. നിങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എന്താ പറയുക, അക്കോമഡേഷനൊക്കെ ഷെയർഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് എങ്ങനെ വന്നാലും എക്സ്പെൻസ് കുറയും. ഒരു 200 രൂപയെങ്കിലും നിങ്ങൾക്ക് ലൈക്ക് 200 യൂറോ എങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ലാഭിക്കാനായിട്ട് പറ്റിയേക്കും, ഒത്തിരി പേരൊക്കെ കൂടി നിൽക്കുകയാണെങ്കിൽ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ്, ഞാൻ 200 യൂറോ ഫുഡിനായിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നത്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒരു 100 യൂറോയ്ക്ക് ചിലവ് ചുരുക്കി ജീവിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ തൈരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുട്ട പൊരിച്ചതും മതി എനിക്ക് എന്നുള്ള രീതിയിൽ ഉള്ളവരുണ്ടല്ലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ എക്സ്പെൻസ് ചുരുക്കും. കാരണം തൈരിനൊക്കെ 99 സെൻറ്റേ ഉള്ളൂ, ഒത്തിരി വിലയൊന്നുമില്ല. ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല, എനിക്ക് തൈര് ഇഷ്ടമല്ല. അതാണ് എനിക്ക് ചിലവ് കൂടുന്നത്. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ വേരി ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഒത്തിരി നെറ്റ് യൂസേജ് ഇല്ല എന്നൊക്കെയുള്ള
ഒരാളാണെങ്കിൽ വൈഫൈക്ക് നിങ്ങൾക്ക് പൈസ മുടക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് നെറ്റ് എന്ന് നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ടായേ പറ്റുള്ളൂ, ഇല്ലാണ്ട് എനിക്ക് നടക്കില്ല. അങ്ങനെയൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ലാഭങ്ങളും കൊയ്യാം. കാരണം ഇവിടെ എവിടെ ഇറങ്ങിയാലും നമുക്ക് വൈഫൈ കിട്ടും വെളിയിൽ. അപ്പം നിങ്ങൾക്ക് സിറ്റിയിലൊക്കെയാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് സിനിമയ്ക്ക് ഡൗൺലോഡ് ചെയ്യാനും വെളിയിൽ പോയി ചിലപ്പോൾ പറ്റുമായിരിക്കും. ഓക്കെ, അതിനെപ്പറ്റി എനിക്കറിയില്ല, ഞാൻ സിറ്റിയിലല്ല താമസിക്കുന്നത്. എനിവേ ഞാൻ പറഞ്ഞതേ. അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെൻസ് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അങ്ങനെ ഇപ്പം എന്നെയൊക്കെ പോലത്തെ ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് എങ്ങനെ വന്നാലും പൈസയ്ക്ക് ആവശ്യം വരും, അല്ലെങ്കിൽ ഫുഡൊക്കെ അങ്ങനെ കഴിക്കണം, ജിമ്മിലൊക്കെ പോകണം, അങ്ങനെയുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അടുത്തൊരു ഓപ്ഷൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു മിനി ജോബിന് പോവാം. മിനി ജോബ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വീക്കിലി 10 മണിക്കൂർ പണിയെടുക്കാം. മറ്റേത് വീക്കിലി 20 മണിക്കൂറാണെങ്കിൽ ഇത് വീക്കിലി 10 മണിക്കൂർ. പാർട്ട് ടൈം അല്ല, പാർട്ട് ടൈമിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് മിനി ജോബ്. അപ്പോൾ നിങ്ങൾക്ക് 10 മണിക്കൂർ പോവാം. 10 മണിക്കൂർ നിങ്ങൾ എന്താ പറയുക, ഒരു മാസത്തേക്ക് പോവാണ് എന്ന് വെക്കാം. ഒരു മാസത്തേക്ക് നിങ്ങൾ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വന്നാലും കുറഞ്ഞ ഒരു 400 to 550 ഇടയ്ക്കെങ്ങാണ്ടോ ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഓരോ സ്ഥലം അനുസരിച്ചിട്ട് കൂടി കുറഞ്ഞവർക്ക് എനിക്ക് അറിയത്തില്ല, അതും എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഞാൻ പോകാറില്ല മിനി ജോബിന്. അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് ഏൺ ചെയ്യാം. അപ്പോൾ അത് 520 എങ്ങാണ്ടോ വരെ 25 വരെ എങ്ങാണ്ടോ ടാക്സ് പിടിക്കില്ല, അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതാണ് സത്യം. ഓക്കെ, അപ്പം അത്ര രൂപ വരെ കണ്ട് ടാക്സ് പിടിക്കില്ല. അപ്പം അതും നിങ്ങൾക്കൊരു പ്ലസ് സൈഡ് അല്ലേ? ഒരു 2 മണിക്കൂർ നിങ്ങൾക്കൊരു ദിവസം മാറ്റി വയ്ക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ? എനിക്കിപ്പോൾ നേരെ മറിച്ച് സമയമില്ല, സമയം ഉണ്ടെങ്കിൽ ഞാൻ മിനി ജോബിന് പോയേനെ, അത് വേറൊരു കാര്യം. ഇപ്പം എനിക്ക് പിള്ളേരുടെ കേസും എൻ്റെതായിട്ടുള്ള കേസുകളും യൂട്യൂബും ഇതെല്ലാം ഉള്ളതുകൊണ്ട് എനിക്ക് മിനി ജോബിന് പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടേണ്ട ഏണിങ്സ് എനിക്ക് എൻ്റെ യൂട്യൂബിൽ നിന്ന് എനിക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കതിൽ പ്രശ്നമില്ലല്ലോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാനുള്ള പല മാർഗ്ഗങ്ങളും നോക്കാം. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അത് ത്രൂ കൊളാബറേഷനൊക്കെ ചെയ്ത് കൊടുക്കുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അവർക്ക് അതൊരു എക്സ്ട്രാ ഏണിങ്സ് തന്നെയാണ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞുതരാണ്. നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൗസ് ബിൽഡിംഗ് മാത്രമല്ല ഒരു സോഴ്സ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് പല മേഖലകളിൽ കൂടി ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മിനി ജോബിന് പോവുക, അപ്പോൾ അത് ടാക്സ് ഇല്ലാണ്ട് കിട്ടുന്ന പൈസയാണ്. അത് ആ 50,000 രൂപ മതി. ആ 50ഉം നിങ്ങളുടെ ഹൗസ് ബിൽഡിങ്ങിൽ നിങ്ങൾ സേവ് ചെയ്യുന്ന ഒരു 20,000 മാറ്റി 70 വരെ നിങ്ങൾക്ക് വീട്ടിലേക്ക് അയച്ചു കൊടുക്കാം. അതൊരു ഭയങ്കര പ്ലസ് സൈഡാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതല്ലാണ്ട് നാട്ടിൽ നിന്ന് തന്നെ 1 ലക്ഷം രൂപ കിട്ടും, എല്ലാ കാര്യങ്ങളും ശരിയായി, ഞാൻ അവിടെ സെറ്റായിട്ട് ജീവിക്കും, എനിക്ക് ഒത്തിരി ഇതാവും, അങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്നും നടക്കില്ല. നിങ്ങൾ അങ്ങനെ കുറേ ലൈക്ക് ആകാശത്തോളം ഒരു കൊട്ടാരം പണിത് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ സത്യാവസ്ഥ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് മനക്കോട്ട കെട്ടാം, അതിന് പ്രശ്നമില്ല. മനക്കോട്ട കെട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ച് നിങ്ങൾ അധ്വാനിക്കാനും പഠിക്കണം. അധ്വാനിക്കോ ഇല്ല, മനക്കോട്ട ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പോസിബിൾ അല്ല. ശരിക്കും നല്ല ബുദ്ധിമുട്ടാണ്. ഹൗസ് ബിൽഡിംഗ് പഠിക്കുന്ന ടൈമിൽ നമ്മൾ ഈ മിനി ജോബിനൊക്കെ പോവുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ലാംഗ്വേജ് ഓക്കെ അല്ലാത്തൊരു വ്യക്തിയാണ്, നമുക്ക് അധികം പഠിക്കാനുള്ള ഒരു ഇതില്ലാത്ത പിള്ളേരാണെന്നുണ്ടെങ്കിൽ നല്ല പാടായിരിക്കും, നല്ല എഫോർട്ട് ഇടേണ്ടി വരും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഫാമിലിയോ ആരും ഇല്ലാണ്ട് നമ്മൾ നിൽക്കുമ്പോൾ നല്ല, എസ്പെഷ്യലി ഗേൾസിൻ്റെ കാര്യം ഞാൻ പറയുകയാണ്, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പീരിയഡ്സ് ടൈമിലും ഒക്കെ നമ്മൾ എല്ലാം സഫർ ചെയ്ത് നിൽക്കേണ്ട വരും. അപ്പം അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതെല്ലാം അറിഞ്ഞു വെക്കും. അതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഇങ്ങോട്ടേക്ക് ചേക്കേറാനായിട്ടുള്ള പ്ലാൻ ഇടാൻ. പിന്നെ കുറേ പേർക്ക് എന്താ പറയുക, ഒരു ഇഷ്യൂ ഉണ്ടാവും ഹൗസ് ബിൽഡിങ്ങിൽ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ട്, അതായത് എൻ്റെ സൗണ്ടൊക്കെ പോയി തുടങ്ങി, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിവിടെ പട്ടിപ്പണിയായിരിക്കും എടുക്കുന്നത്. പണീനെ പറ്റിയൊക്കെ ഞാൻ പിന്നെ പറയാം, ഞാൻ ഒരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് പിന്നെ പറയാം. എൻ്റെ ഒരു പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും പട്ടിപ്പണി ഇവിടെ എടുത്തിട്ട് നമുക്ക് ഇത്രയും പൈസയല്ലേ കിട്ടുന്നുള്ളൂ. നമ്മൾ ഈ നേഴ്സുമാരെടുക്കുന്ന എല്ലാ പണികളും ഇവിടെ എടുക്കും, നമുക്ക് കിട്ടുന്നത് വേറെ നക്കാപ്പിച്ച് 1 ലക്ഷം രൂപ. അങ്ങനെ ചിന്തിക്കുന്ന പിള്ളേരുണ്ട് കേട്ടോ, എനിക്കിങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഞാൻ പറയുന്നത് നക്കാപ്പിച്ച് 1 ലക്ഷം രൂപ. പക്ഷെ അവർക്ക് കിട്ടുന്നതോ 3-4 ലക്ഷം രൂപയാണ്. ചിലർക്ക് അത്രയും കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഞാൻ പറയുകയാണ് ചെയ്തത്. 3 ലക്ഷം രൂപ 3.5 ലക്ഷം രൂപയൊക്കെ കിട്ടും. അപ്പം അത്രയും പൈസ കിട്ടുന്നുണ്ട്, ഭയങ്കര തല്ലേ എന്നുള്ള ചിന്തിക്കുന്ന പിള്ളേരുണ്ട്. ഞാൻ ഇങ്ങനെയുള്ളവരോടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു ഡ്രീം ലക്ഷ്യം വെച്ചിട്ടല്ലല്ലോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്താണ്? ഞാൻ നേഴ്സിനെ ഇപ്പോൾ എടുത്ത് പറയാം കേട്ടോ. നേഴ്സിംഗ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ, ഏത് ഹൗസ് ബിൽഡിംഗ് ആണോ ചൂസ് ചെയ്തത്, ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ജോബ് സെക്ടർ നോക്കിയിട്ടല്ലേ നിങ്ങൾ വന്നിട്ടുള്ളത്. ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന ടൈമാണ്. നിങ്ങളുടെ നാട്ടിൽ ഏത് കൊച്ചിനുണ്ട്, ഡിഗ്രി പഠിക്കുന്ന ഏത് കൊച്ചിനുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന പൈസ, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും വേറെ എക്സ്ട്രാ ജോലിക്ക് പോകാനാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരും ഉണ്ടാക്കുന്നുണ്ടാവും. എൻ്റെ സ്കൂളിൽ പഠിച്ച, എൻ്റെ കൂടെ പഠിച്ച ഒരൊറ്റ പിള്ളേരും, ഹൗസ് ബിൽഡിംഗ് എടുത്ത പിള്ളേരല്ല, അല്ലാണ്ട് നാട്ടിൽ ഡിഗ്രി പഠിക്കുന്ന ഒരൊറ്റ പിള്ളേരും ഇങ്ങനത്തെ ഒരു രീതിയിൽ എമൗണ്ട് ഉണ്ടാക്കുന്നില്ല.
അപ്പം ഞാൻ പറയുവാണ്, നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഈ 3 വർഷത്തെ ഒരു കഷ്ടപ്പാടുണ്ടല്ലോ, ആ ഒരു കഷ്ടപ്പാട് കഴിഞ്ഞാണല്ലോ സ്വർഗതുല്യായ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. പാടുണ്ട്, പാടില്ലാത്തതില്ല. ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അല്ലാണ്ട് ഇപ്പം കുറെ പേര് വരും, പിന്നെ സ്വർഗതുല്യമായ ലൈഫ് നേഴ്സിംഗ് അല്ലേ, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, പാടുണ്ട്, മറ്റേതാ മറിച്ചതാന്ന് പറഞ്ഞ്. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള റെസ്പെക്റ്റ് കൊടുത്ത് കാണുന്ന ഒരു വ്യക്തിയാണ്. ഏത് ജോലി എടുത്താലും അതിൻ്റെതായിട്ടുള്ള പ്ലസ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. ഇപ്പം അവിടെ ഓൾഡ് ഏജ് ഹോമിൽ ഇത് ചെയ്യലല്ലേ പണി, ഞാൻ പല വീഡിയോസിലും അടിയിൽ കമൻറ്റ് കണ്ടിട്ടുണ്ട്, അതല്ലേ ഇതല്ലേ പണി എന്ന് പറഞ്ഞിട്ട്. നിങ്ങളൊക്കെ എന്ന് എന്തെങ്കിലും പറ്റി ആശുപത്രി കിടന്നു നോക്കുക, അപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളെ കെയർ ചെയ്യാൻ വീട്ടിൽ നിന്ന് ഒരാൾ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കെയർ ചെയ്യാൻ ഈ നഴ്സുമാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് വേറൊരു കാര്യം, നിങ്ങൾ അതോടെ ശ്രദ്ധിക്കുക. കാരണം ഇവിടെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മൾ ഹോസ്പിറ്റൽസിൽ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ വീട്ടിൽ ആരും ഇല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വന്ന് കടന്നു കഴിയുമ്പോഴത്തേക്ക് ആരും ഇല്ല നോക്കാൻ, നമ്മൾ തന്നെ നോക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ ആൾക്കാരൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരും നോക്കാറുണ്ട്, നമ്മളും നോക്കാറുണ്ട്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ചെറിയൊരു ഷോർട്ട് പീരീഡ് ഫോക്കസ് ചെയ്യാണ്ട് നിങ്ങളെ ലോങ് പീരീഡിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഹൗസ് ബിൽഡിങ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് നിങ്ങൾ നോക്കുക. ലൈക്ക് ആ ഒരു ഇപ്പം ഞാൻ നേഴ്സിംഗ് ഫോക്കസ് ചെയ്യാം, കാരണം എനിക്ക് അതിൻ്റെ കാര്യം മാത്രമാണ് അറിയുള്ളൂ ഏറ്റവും കൂടുതലായിട്ട്, ബാക്കിയൊന്നും വലിയ അറിവില്ലാത്തതുകൊണ്ട്. അപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഇനി അടുത്ത വർഷം പഠിച്ചു കഴിയും, ജൂലൈ ആകുമ്പോൾ എൻ്റെ ക്ലാസ് കഴിയും. അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മേഖലയിലാണ് വർക്കിന് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ സ്റ്റാർട്ടിങ് സാലറി 3.5 ഒക്കെ കിട്ടാം. കാരണം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ഞാൻ അറിഞ്ഞാണ്, അവള് എയ്മി ഉണ്ടല്ലോ, അവളുടെ ബ്രദറിൻ്റെ ലൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഗേൾഫ്രണ്ട് ബെർലിനിലാണ്. അവള് അവിടെ ഹൗസ് ബിൽഡിംഗ് നഴ്സിംഗ് പഠിക്കുകയാണ്. ആള് ജർമ്മൻ തന്നെയാണ് കേട്ടോ. അപ്പം അവള് നഴ്സിംഗ് പഠിക്കുകയാണ്. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിവിടെ കിട്ടുന്നതൊക്കെ ഭയങ്കര ലോ ആണ്. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് കൊടുക്കുന്നത് 2K ആണ്. ലൈക്ക് ഹൗസ് ബിൽഡിംഗ് പഠിക്കുന്ന ടൈമിൽ തന്നെ 2000 രൂപയാണ് അവൾക്ക് കൊടുക്കുന്നത് സ്റ്റൈപ്പൻഡായിട്ട്. ഞങ്ങൾക്ക് ഇവിടെ 1000 സംതിങ് ആണ് കിട്ടുന്നുള്ളൂ. അത് വെച്ചിട്ട് അവർക്ക് അത്യാവശ്യം നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അക്കോമഡേഷനും കാര്യങ്ങളും എക്സ്പെൻസ് കൂടുതലുള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെ നമുക്ക് ഹൗസ് ബിൽഡിംഗ് നഴ്സിംഗ് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ, രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു ഇൻകം ഉണ്ടാവും. ഈ ചിലവൊക്കെ തന്നെയാണ് നമുക്ക് വരുള്ളൂ. ഇപ്പം ഞാൻ പറയാം, ഞാനിപ്പോൾ പഠിച്ചു കഴിഞ്ഞു, ഞാൻ ഇവിടെ ഏതെങ്കിലും നിയറസ്റ്റ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലിൽ പോവാണ്, എനിക്കൊരു 3 ലാക്കോ അല്ലെങ്കിൽ 2.5 ഒക്കെ ശമ്പളം ഉണ്ടെന്ന് വെക്കുക. ടാക്സ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട്, എനിക്കറിയില്ല അത്ര ടാക്സ് പിടിക്കുന്നുള്ളത്, ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത്രയും ശമ്പളം ഉണ്ടെന്ന് വെക്കുക. എന്താണ് പ്രശ്നം ഇരിക്കണത്? എനിക്കിവിടെ 40 രൂപ 70 രൂപ എൻ്റെ കൂടിപ്പോയി എൻ്റെ ചിലവ് വരും. അതും ഞാൻ ലാവിഷായിട്ട് തന്നെയാണ് ആ ചിലവിൽ നിൽക്കുന്നത്. 70 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇത്ര ബാക്കിയുണ്ട്, നല്ല കാര്യം തന്നെയല്ലേ? ഇത് പയ്യെ പയ്യെ കൂടത്തല്ലേ ഉള്ളൂ. അങ്ങനെ നമുക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാനും പറ്റും. അപ്പം വരാൻ നിൽക്കുന്ന പിള്ളേരെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം നോക്കുക. അതുപോലെ കുറേ പിള്ളേർ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് 2026 ഹൗസ് ബിൽഡിംഗ് നിർത്തുമോ എന്നൊക്കെ. എനിക്ക് അറിഞ്ഞൂടാ, ഞാനല്ല ഇവിടുത്തെ കാര്യങ്ങളോ പൊളിറ്റിക്കൽ കാര്യങ്ങളൊന്നും തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ബേസ് ചെയ്ത് തീരുമാനിക്കുന്നത്. നമുക്കറിയില്ല. നിങ്ങളെപ്പോലെ തന്നെ എന്തെങ്കിലും വാർത്തയോ എന്തെങ്കിലും കേട്ടാൽ മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ അറിയുള്ളൂ. നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റില്ല. ഇപ്പം നിലവിൽ എൻ്റെ ഒരു അറിവിൽ ഞങ്ങൾ പിള്ളേരെ എടുക്കുന്ന സ്ഥലത്തൊന്നും അവർ പറഞ്ഞിട്ടില്ല ഇതുവരെ സ്റ്റോപ്പ് ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ പിള്ളേരെടുക്കും, അവരൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല സ്റ്റോപ്പ് ചെയ്യും എന്നുള്ളൊരു കാര്യമൊന്നും. ചിലപ്പം ഫ്യൂച്ചറിലേക്ക് മേ ബി നിർത്തിയേക്കാം. ലൈക്ക് പിള്ളേർ വരുന്നത് കൂടിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പിന്നെ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ അവർ എടുക്കത്തില്ലല്ലോ. അല്ലാണ്ട് ഇപ്പം എന്തോരം പിള്ളേരാണ് ഇന്ത്യയിൽ നിന്ന് വരുന്നത്, കേരളത്തിൽ നിന്ന് എത്ര പിള്ളേരാണ് ഓരോ മാസങ്ങളിൽ ഇങ്ങോട്ട് വരുന്നത്, അല്ലെങ്കിൽ ഓരോ ഇന്ത്യയിൽ വരുന്നത്. അതുപോലെ പിള്ളേർ വരുന്നത് കൂടുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അവർ എടുക്കലും കുറയുമായിരിക്കും. അതിപ്പോൾ നമുക്ക് കറക്റ്റ് അറിയത്തില്ല, അതിപ്പോൾ വരുന്ന ടൈമിലാക്കി പറയാൻ പറ്റുള്ളൂ. എന്താണെങ്കിലും നിങ്ങൾ പഠിക്കുക. ഇത് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, തെറ്റായ കാര്യമൊന്നുമില്ലല്ലോ. പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ലേബൻസ്ലൈഫിൽ റെസ്യൂമിൻ്റെ അകത്തൊരു ഹൈലൈറ്റ് തന്നെയാണ്. നിങ്ങൾ ജർമ്മൻ പഠിച്ചു ഒരു ഭാഷ പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. നിങ്ങൾക്ക് അറിയത്തില്ല അത്. ഇവിടെയും പറ്റും നമുക്ക്. ഞാൻ 5 ഭാഷ സംസാരിക്കും. 5 ഭാഷ സംസാരിക്കുന്നത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ പൂടി എന്നുള്ളൊരു സെറ്റപ്പാണ് ഇവിടെ ക്ലാസ്സിലുള്ള പിള്ളേർക്കൊക്കെ. കാരണം അവർക്ക് പറ്റില്ല അത്ര ഒന്നും സംസാരിക്കാൻ. അവർ ജർമ്മൻ തന്നെ പാടാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നടക്കുന്നത്. ജർമ്മൻ ക്ലാസ്സിൽ ഗ്രാമർ പോർഷനൊക്കെ എടുക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണെന്നാണ് അവർ പറയുന്നത്. നേരെ മറിച്ച് ഞാൻ പറയും, ഞാനൊക്കെ 5 ഭാഷ സംസാരിക്കും ഇങ്ങനെ ഓരോ ടോപ്പിക്കൊക്കെ വരുമ്പോൾ പറയുമ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമാണ്. കാരണം അങ്ങനെയുള്ള പിള്ളേരൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ കഴിവ് പ്രകടിപ്പിക്കുന്ന പിള്ളേരാണ് ഈ ക്ലാസ്സിലൊക്കെ ഭയങ്കര കാര്യമായിരിക്കും ഇവർക്ക്. ചുമ്മാ ഉള്ള പിള്ളേരെക്കാളും കുറച്ചുകൂടെ കാര്യം ജർമ്മൻസിനെ പൊതുവെ കേട്ടോ ഞാൻ പറഞ്ഞാണ്.
കാരണം എൻ്റെ ക്ലാസ്സിൽ കുറേ ജർമ്മൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക്ക്. മേ ബി കുറേ പേർക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എക്സ്പെൻസസിൻ്റെ കേസും, അതുപോലെ സ്റ്റൈഫൻഡ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര രൂപ നമ്മുടെ കയ്യിൽ മിച്ചുണ്ടാവും, അതെങ്ങനെ നിങ്ങൾക്ക് കുറയ്ക്കാം, എത്ര രൂപ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഏൺ ചെയ്യാൻ പറ്റും, വീട്ടിലേക്ക് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അതുപോലെ ഞാൻ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഉണ്ട്, വൈസ് എന്ന് പറയുന്നത്. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കും എങ്ങനെ നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്നത്. പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, ഞാൻ അയച്ചു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് പേപ്പന്നി, പക്ഷേ ഞാൻ അതിന് ത്രൂ കൊടുക്കാറൊന്നുമില്ല. ഞാൻ വൈസ് വഴിയാണ് ഞാൻ കൊടുക്കുന്നതൊക്കെ. അപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.